നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. നമ്മളിന്ന് CBSE 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി ഒരു MCQന്റെ 4 ചോദ്യങ്ങളാണ്. നല്ല ക്വസ്റ്റ്യൻസുകളാണ്. നമുക്കിനി എക്സാമിന് കുറച്ച് നാളുകൂടെ ഉള്ളൂ. നന്നായിട്ട് പഠിക്കണം. MCQ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇത്തിരി ബുദ്ധിമുട്ടുന്നതാണ്. സാധാരണ ചെയ്തവർക്ക് ചെയ്യാനുണ്ടാവും, പക്ഷെ ഒറ്റ മാർക്കേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യന്റെ ആൻസറിന് വേണ്ടിയുള്ള വഴി ഏറ്റവും ഫാസ്റ്റ് ആയിരിക്കണം. അപ്പൊ അതൊന്നും മനസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടി കുറേ പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് തരുന്നത്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും, ക്ലാസ്സുകൾ, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകൾ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് n is equal to 2 cube into 3 raised to 4 into 5 raised to 4 into 7. Okay, number of consecutive zeros in n when n is a natural number. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, n എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോഴാണ് കിട്ടുന്നതാണ്. ഈ കിട്ടുന്ന ആൻസറിനുള്ളിൽ അപ്പൊ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഈസി ആയിട്ട് തോന്നും. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ തന്നെ വായിച്ച് ഇതിന്റെ ആൻസർ അല്ലെങ്കിൽ മീനിങ് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ ഒരാൾ പറഞ്ഞു തരുന്ന ഭയങ്കരമായിട്ട് ഇങ്ങനെ കേട്ടിരുന്ന് മനസ്സിലായെന്ന് പറയും. പക്ഷെ അതൊന്നും നിങ്ങൾ മനസ്സിലായെന്ന് മുഴുവൻ വിചാരിക്കല്. വേറെ ദിവസം വന്നാൽ പിന്നെ നിങ്ങൾ പെടും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ വായിച്ച് വേറെ ആൾ പറയുന്നതിന് മുൻപായിട്ട് തന്നെ വായിച്ച് എത്രത്തോളം പിടികിട്ടാൻ ശ്രമിക്കുന്നു അത്രയാണ് നിങ്ങളുടെ കഴിവും കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് സീറോസ് ഇൻ n when n is a natural number എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. അതിനുള്ള ലാസ്റ്റ് കുറേ സീറോസുകൾ വരും. എത്ര സീറോസ് ഉണ്ടാവും അതാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് സീറോസ് ഇൻ n. അപ്പൊ നമ്മളെല്ലാം കൂടി ഇൻറ്റു ചെയ്തെന്ന് നോക്കാനൊന്നും ഇവിടെ സമയമില്ല, അല്ലേ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് തന്നേക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സീറോസുകൾ വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ 2ഉം 5ഉം ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. പ്രൈം ഫാക്ടേഴ്സുകൾ 2ഉം 5ഉം ഉണ്ടായിരിക്കണം. 2 മാത്രം വന്നിട്ട് കാര്യമില്ല, 5 മാത്രം വന്നിട്ട് കാര്യമില്ല. 2ഉം 5 ഒരുമിച്ചുണ്ടെങ്കിൽ സീറോ ഫോം ചെയ്തുള്ളൂ. അപ്പൊ 2 into 5 10. 2 square into 5 square 10 square 100, 2 0. 2 cube into 5 cube, that means 2 into 5 the whole cube, 10 cube 3 zeros, അല്ലേ? 1000 ആവും. അപ്പൊ 2ന്റെയും 5ന്റെയും പവറുകൾ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് സീറോസിന്റെ എണ്ണം കൂടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഈ രണ്ടു പേരുടെ പവറുകൾ ശ്രദ്ധിക്കുക. 2ന്റെയും 5ന്റെയും പവറുകൾ ശ്രദ്ധിച്ചാൽ 2ന്റെ പവർ 3 ആണ്, 5ന്റെ പവർ 4 ആണ്. അപ്പൊ പവർ കുറവുള്ള ഏതാ മോനെ? 3 അല്ലയോ? അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, പവർ കൂടുതലുള്ള എടുക്കരുത്, പവർ കുറവുള്ളത്. അപ്പൊ 2 ക്യൂബ് 5 raised to 4. 5 raised to 4 നിന്ന് 5 ക്യൂബ് എടുക്കണം. 5 ക്യൂബ് എടുക്കുമ്പോൾ 2 ക്യൂബ് into 5 ക്യൂബ്. അപ്പൊ നമുക്ക് 2 into 5 10 ക്യൂബ് 1000, 3 സീറോസ് വരും കേട്ടോ. ഓക്കെ, അങ്ങനെ വേണം എടുക്കാൻ. അപ്പൊ 2ന്റെയും 5ന്റെയും പവറുകളെ ചെറിയ പവറിനെ എടുത്താൽ മതി കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ പ്രോബിലിറ്റി ഓഫ് ഗെസിംഗ് എ കറക്റ്റ് ആൻസർ ഫോർ എ ക്വസ്റ്റ്യൻ ഈസ് x/12. ഓക്കെ, ഏതൊരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചു, നമ്മളിങ്ങനെ ചില ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അറിയാൻ വയ്യെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചുമ്മാ ഒന്ന് ഗസ് ചെയ്തൊക്കെ പറയത്തില്ലയോ? ആ ഗസ് ചെയ്ത് പറയുന്നതിനുള്ള ശരിയാവുന്നതിനുള്ള പ്രോബിലിറ്റി ഈസ് ഗിവൻ ടു ബി x/12. Next sentence, if the probability of not guessing is very important, not guessing the correct answer is given to be 2/3, then what is x? ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ശരിയാണ്, ബുദ്ധിമുട്ടാണ്. നമ്മളതിനെ കവർ ചെയ്യാനല്ലയോ കേട്ടിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാവാനുള്ള പ്രോബിലിറ്റിയാണ് തന്നേക്കുന്നത്, ഇത് ശരിയാവാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് തന്നേക്കുന്നത്. തമ്മിൽ ഡിഫറൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ശരിയാവാതിരിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ടല്ലോ, നോട്ട് ഗെസിങ് എ കറക്റ്റ് ആൻസർ ഈസ് ഗിവൻ ടു ബി 2/3 എന്ന് പറഞ്ഞാൽ 3ൽ 2ഉം ശരിയാവാതിരിക്കുന്ന പ്രോബിലിറ്റി, ശരിയാവാതിരിക്കാനുള്ളത്. അതാണെങ്കിൽ ശരിയാവുന്നതിന്റെ പ്രോബിലിറ്റി എത്ര ആയിരിക്കും മോനെ? ബാക്കി 3ൽ 1 ആയിരിക്കും കേട്ടോ. ടോട്ടൽ പ്രോബിലിറ്റി എത്ര എന്നറിയാം? 1 അല്ലേ? അപ്പൊ 1ൽ 2/3 ശരിയാവാതിരിക്കാനാണെങ്കിൽ ബാക്കി എത്രയെന്ന് വെച്ചാൽ 1 - 2/3 becomes 1/3. ഓക്കെ, അപ്പൊ 1/3 ആണ് ശരിയാവുന്നതിനുള്ള പ്രോബിലിറ്റി. അപ്പൊ അവർ തന്നെ ശരിയാവുന്നതിനുള്ള പ്രോബിലിറ്റി എത്ര മോനെ? x/12. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് ശരിയാവുന്നതിനുള്ള പ്രോബിലിറ്റി 1/3. 2/3 എന്ന് പറഞ്ഞാൽ ശരിയാവാതിരിക്കാൻ. അപ്പൊ ശരിയാവുന്ന ബാക്കി എത്ര മോനെ? 3ൽ 2 പോയി കഴിഞ്ഞാൽ ബാക്കി 3ൽ 1 അല്ലേ? അതാണ് 3ൽ 1 ആണ് ശരി. അപ്പൊ നമ്മൾ തമ്മിൽ ഇക്വേറ്റ് ആണ്. ദാറ്റ് ഈസ് x/12 ഈസ് ഈക്വൽ എത്ര മോനെ? 1/3. ഇതാണ് ഒരു മെത്തേഡ് കേട്ടോ. നമുക്ക് തന്നേക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ അവർ തന്നിട്ടുണ്ടായിരുന്ന x/12 ആണ്. നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? 1/3 ആണെന്ന്. അവർ തന്ന നോട്ട് ഗസിംഗിൽ കൂടെ
ഗസ് ശരിയാവാനുള്ള പ്രോബിലിറ്റി എത്ര എന്ന് കണ്ടുപിടിച്ചു 1/3. ഓക്കെ, നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നോക്കിക്കേ 3 × x എത്ര മോനെ 3x = 12 or x എത്ര മോനെ 12/3. ആൻസർ ഈസ് 4. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 4 ആണ് ആൻസർ. ഇനി നോക്കിക്കേ ശരിയാണെന്ന് അറിയാം മോനെ. ശരിയാവുന്നതിനുള്ള പ്രോബിലിറ്റി എത്രയാണ് 1/3. ഇവിടുത്തെ എക്സിന്റെ പ്ലേസിൽ ആര് പറഞ്ഞ 4. ശരി, ഈ എക്സിന്റെ പ്ലേസിൽ 4 കൊടുത്താൽ 4/12. 4/12 എത്ര മോനെ 1/3 ആവുന്നുണ്ട്. കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആയി. ശരിയല്ലേ? നെക്സ്റ്റ്, ഇഫ് ക്യാപിറ്റൽ ബി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. എയും സിയും 2 പോയിന്റ്സ്, അതിന്റെ ഇടയ്ക്കുള്ള നടുക്കുള്ള പോയിന്റ് മിഡ് പോയിന്റ് ഈസ് ഗിവൺ ടു ബി ക്യാപിറ്റൽ ബി. ഓക്കെ, അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഈ എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആണ്, എയുടെയും സിയുടെയും മിഡ് പോയിന്റ് ആണ് ബി എങ്കിൽ നമ്മുടെ എക്സിന്റെ വാല്യൂ എത്രയാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എ ഉണ്ട്, സി ഉണ്ട്, നടുക്ക് ബി ഉണ്ട് മോനെ. ഈ രണ്ടിന്റെ മിഡ് പോയിന്റ് ആണ് ബി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മുടെ മിഡ് പോയിന്റ് ഫോർമുല x1 + x2/2 y1 + y2/2. ഇവിടെ നമ്മളിപ്പോൾ എയുടെയും സിയുടെയും മിഡ് പോയിന്റ് ആണ് കേട്ടോ, മിഡ് പോയിന്റ് ഓഫ് എ സി. അപ്പൊ ഈ രണ്ടുപേരെ നമ്മൾ എടുക്കണം. അപ്പൊ x1 + x2/2 y1 + y2/2. ഇവിടെ x1 + x2/2 എന്ന് പറയുമ്പോൾ എത്ര മോനെ വരുന്നത്? x + 7/2. y കോർഡിനേറ്റ് നമ്മൾ 2 + -5/2. അത് നമുക്ക് കറക്റ്റ് -3/2. അത് വേണ്ട. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എക്സ് കോർഡിനേറ്റിന് എടുത്താൽ മതി. മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് മാത്രം പ്രവർത്തി യൂസ് ചെയ്താൽ മതി. വൈ കോർഡിനേറ്റ് യൂസ് ചെയ്യണ്ട. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണത്. എക്സ് കോർഡിനേറ്റിന്റെ അവിടെ കിടക്കുന്നത് കേട്ടോ. വൈ രണ്ടാമതല്ലല്ലോ, ആദ്യമില്ല. അപ്പൊ എക്സ് കോർഡിനേറ്റ് എടുത്താൽ മതി. ദാറ്റ് ഈസ് x + 7/2 ഈസ് ഈക്വൽ ടു മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആരാ മോനെ? -3. ഇതാണ് എന്റെ കൺസെപ്റ്റ്. ഇത് മനസ്സിലായെങ്കിലേ ഉള്ളൂ കാര്യം. ഇനിയും ചെയ്യാൻ നിങ്ങൾക്കൊക്കെ അറിയാം എക്സിനെ കിട്ടാൻ. പക്ഷെ ഇങ്ങനെ എഴുതണമെന്നുള്ളതൊന്ന് പഠിക്കുന്നതിലേ ഉള്ളൂ പാടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x + 7 ഈസ് ഈക്വൽ ടു 2 × -3 -6. x = -6 -7. ആൻസർ ഈസ് -13. ഓക്കെ, കറക്റ്റ് ആൻസർ -13. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത ദിവസം നോക്കിക്കേ, the LCM of 2 numbers is given to be 1200. ഏതോ 2 നമ്പേഴ്സ്, അതിന്റെ LCM 1200 ആണ്. Which of the following cannot, ഇവിടേക്കാണ് cannot, നമ്മൾ ശ്രദ്ധിക്കണം, cannot be their HCF. അങ്ങനെയാണെങ്കിൽ ഈ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് അതിന്റെ HCF ആകാൻ സാധ്യതയില്ലാത്തത്? ഓക്കെ, സാധ്യതയില്ലാത്തത്. അപ്പം LCM ആണ് 1200. അങ്ങനെയാണെങ്കിൽ HCF ഇതിനുള്ളിൽ ആവാൻ സാധ്യതയില്ലാത്തത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യനിലും LCM by HCF is an integer. ഓക്കെ, അതാണ് നമുക്ക് ഏറ്റവും നോക്കുമ്പോൾ ഇന്റിജർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഏത് ക്വസ്റ്റ്യനിലും 2 നമ്പേഴ്സ് എടുത്താൽ അതിന്റെ LCMത്തിനെ അതിന്റെ HCF കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഡെസിമൽ വരില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് HCF ആവാൻ സാധ്യത ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ഇതിലെ ഏത് നമ്പർ കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ആദ്യത്തെ നമ്പർ 600. 1200/600 കറക്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 0 പോയി 12/6 2 കിട്ടി. അപ്പോൾ ഇതല്ല ആൻസർ. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത വേണം. HCF ആവാത്തതെന്നല്ലേ ക്വസ്റ്റ്യൻ കണ്ടോ. കനോട്ട് ബി ദർ HCF. നെക്സ്റ്റ് 1200/400. അവിടെയും 2 0 പോയി 12/4. അതൊരു ഇന്റിജറാ. അപ്പൊ അതുമല്ല നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 1200/500. സീറോസ് പോയി, പിന്നുള്ളത് 12/5 is not an integer. Therefore 500 is the right answer. തീർന്നു. അടുത്ത 1200/200. അത് കറക്റ്റ് ഡിവൈഡ് ചെയ്യാം 6 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? 500. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ വേണം പഠിക്കാൻ. നല്ല ഇൻട്രസ്റ്റോടുകൂടി നല്ല മനസ്സിലാക്കി നല്ല അടിപൊളിയായിട്ട് നിന്ന് പഠിച്ചാൽ മാത്സിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് മാത്സ് ബോറാവും, വേണ്ടാന്ന് തോന്നും, പിന്നെ ഒരിക്കലും പഠിക്കേണ്ടെന്ന് തോന്നും. എനിക്കിനി ഹയർ സ്റ്റഡീസ് വേണ്ട, വലിയൊരു മണ്ടത്തരമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരിക്കലും മാത്സ് ഇല്ലാതൊന്നും ഒരിക്കലും നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ കൂടെ +1 +2 പഠിക്കരുത്, 12th പഠിക്കരുത്. മാത്സ് ഉണ്ടാവണം. ഒരു 2 വർഷം കൂടെ പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഒരിക്കലും അതിനു മുമ്പ് ഒഴിവാക്കരുത്. നമ്മൾ മണ്ടത്തര തീരുമാനമാണെന്നുള്ള പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ. നിങ്ങളുടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ മക്കളെ, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.